ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ദുബായിലാണ്. ദുബായിലെ ബർഷ ഹൈറ്റ്സ്. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നല്ലേ, ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അതായത് പാരഗൺ ഗ്രൂപ്പിൻ്റെ ഹൈ എൻഡാണിത്, കുറച്ചൊരു ഹൈ എൻഡാണ്. മീറ്റ് ആൻഡ് മാക്കറൽ എന്നാണ് എൻ്റെ പേര്. ഇതൊരു 1 year ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, നല്ല പേരാണ്, ഭയങ്കര പോപ്പുലറാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഓറഞ്ച് വീൽസ് ഫുഡിന് കളിക്കാനൊരു സ്ഥലം കണ്ടെത്തിയിരിക്കും. ഒരു മോളിനകത്താണ്, സർക്കിൾ മോൾ. മോൾക്ക് ഇഷ്ടമായോ? അകത്ത് കയറണ്ടേ? ക്യാൻ ഗോ ഇൻസൈഡ് പ്ലേ ഏരിയ. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അല്ലേ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ബാഗ്സ്, കളിപ്പാട്ടം. യെസ് യെസ് യെസ്. സർക്കിൾ. അയ്യോ ഫുഡിന്റെ സന്തോഷം. അകത്ത് കയറിയില്ല, അതിന് മുമ്പേ സന്തോഷമായി. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്, അത് എടുത്തിട്ട് അകത്ത് കയറാം. ഓക്കെ, ബൈ. ഞങ്ങൾ സ്റ്റാർബക്സിനകത്താണ് ഇപ്പോൾ. നമ്മൾ സീറ്റൊന്ന് മാറ്റി. സ്റ്റാർബക്സ് അനുകുട്ടിയുടെ മച്ച മേടിക്കാൻ വന്നതാണ്. കൂടുതൽ പ്ലേ ഒരു ഏരിയ, പ്ലേ ഏരിയയിൽ വിട്ടു. വിഷ്ണു അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ രണ്ടും കൂടി. ദിസ് ഇസ് ദ സർക്കിൾ മോൾ. ഞാനിപ്പോൾ ഒരു ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മീറ്റ് ആൻഡ് മാക്കറൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്, പാരഗണിൻ്റെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകും. എൻ്റെ മാച്ച. യെസ്, മാച്ച ഗേൾ. മാച്ച ഗേളിൻ്റെ മാച്ച കിട്ടിയോ? ഓക്കെ, സന്തോഷം. എൻ്റെ വേറെ ഡിഫറെൻറ്റ് മീറ്റ് ആണ്. ഞാൻ ഐസ് മാച്ച ലാറ്റ്, അതിൽ കാരമലും വനില സിറപ്പും. ഓ, മാച്ചയില് കാരമൽ ആൻഡ് വാനില. പല ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ. എനിക്കിഷ്ടമല്ല മാച്ച, എങ്കിലും ട്രൈ. മാച്ചയുടെ ടേസ്റ്റും വരും, കുറച്ച് വാനില ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. സ്ലീക്കാക്കി. ചില അല്ലേ ഹെയർ കുറച്ച് ഓയിലി ആയിട്ട് തോന്നുമ്പോൾ പറ്റിയ പരിപാടിയാണ് സ്ലീക്കാക്കുക. അത് മാത്രമല്ല, അതൊരു വാക്സും കൂടി ഇങ്ങനെ തേക്കണം, ഹെയർ വാക്സ്. ഓക്കെ, നൈസ്. ബ്രാൻഡ്സ് ഫോർ ലെസ്, ഹോംസ് ഫോർ ലെസ്. ഒക്കെ എന്താപ്പാ, കുറച്ച് നോക്കാം. ബ്രാൻഡ്സ് തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഡിസ്കൗണ്ട് ഉള്ള ഏരിയാസ് ആണോ? അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? MK ഭയങ്കര ഓക്കെ, വലിയ ബ്രാൻഡ്സ് ഒന്നും വരില്ല, മീഡിയം. ഇത് കുറവാണ്, അതായത് 558 ഒക്കെയാണ് അവർ പ്രൈസ്. MKയുടെ ദിറംസ് 10,000 ഒക്കെ, അതാണ് ആ റേഞ്ചിൽ ആണല്ലേ? ഓക്കെ, MKയുടെ ഗുഡ് ബൈ. ചില ബ്രാൻഡ്സ് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇവിടെ. ഇവരുടെ പ്രൈസ് കുറവാണ്. ഇത് ഇതിൻ്റെ ഗസിൻ്റെ ആണെങ്കിൽ 189 ദിറംസ് ഇപ്പോൾ അല്ല ഇവിടുത്തെ പ്രൈസ്. ഇത് ചിംബർലാൻഡ്. യെസ്, എന്താ പ്രൈസ്? ഇതിൻ്റെ 118. അതൊക്കെ ലാഭമാണ് അല്ലേ? ജാക്കറ്റ്സ്, ഹുഡി ജാക്കറ്റ്സ് സൂപ്പർ പ്രൈസാണ്. ഇപ്പം ആ സ്റ്റാൻഡിലുള്ളതൊക്കെ 49 ദിറംസ് ആൻഡ് ബിലോ ആണ്. കുറച്ച് കിച്ചൺ ഗാഡ്ജറ്റ്സ് എന്തൊക്കെയുള്ളത് പൊട്ടിപ്പോയില്ലേ? പിന്നെ ഇത് മെലൺ, സ്ക്വാഷ് ആൻഡ് മെലൺ ടൂളാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാലേ ഇങ്ങനെയാണ്, കട്ട് ചെയ്യാനോ സ്കൂപ്പ് ചെയ്യാനോ അതിനെല്ലാം ക്ലീൻ ചെയ്യാനും പറ്റുന്ന ആ ഒരു ടൂള്. ഓക്കെ, 7 ദിറംസ്. അത് മേടിക്കാം. കേക്ക് സെർവർ കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കും, അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റും, സെർവ് ചെയ്യാൻ എളുപ്പമാണ്. ഐസ്ക്രീം സ്കൂപ്പറൊക്കെ ഇതെല്ലാം 7-8 ഒക്കെ ഉള്ളൂ കേട്ടോ, നല്ല ഹെവി, നല്ല സാധനം.
ഇത് 12. ഓക്കെ, ഫുഡ് കോർട്ടിനകത്ത് വന്ന് കയറിയത് നമ്മൾ നടന്ന് എൻട്രിങ് ക്രോക്സ്. ഇവിടെയും കുറച്ച് ഡിസ്കൗണ്ടും ഓഫേഴ്സൊക്കെ ഉണ്ട്. I can try the that one. Hello Kitty. Hello Kitty. You have 8 in it? Hello Kitty. കൊള്ളാം പക്ഷേ കൊള്ളാം, കാണാം കൊച്ചു പിള്ളേരെ. ഹലോ അല്ല അത് കൊള്ളാം. ഇത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്? ആ ക്ലോക്സ് തന്നെയാണ് ഇഷ്ടം അല്ലേ? നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. പോകുന്ന വഴിക്കെല്ലാം ഡെസ്റ്റിനേഷൻ, പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ല. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ നമ്മൾ വിൻഡോ ഷോപ്പിംഗ്. അത് ശരിയാണ്, വിൻഡോ ഷോപ്പിംഗ് ഒന്നും മേടിച്ചുകൂടാ. ഞങ്ങൾ വിൻഡോ തോറും നോക്കി പോകും, ഇഷ്ടപ്പെട്ടതാണെന്ന് മേടിക്കും. ഇതാണ് എന്നെ ഉദ്ദേശിച്ചത്? അല്ല, ഗ്രൂമൻ. അവരെന്നെ എഴുതിയിരിക്കുന്നു ബാർബർ ഷോപ്പ്. ഹെൽത്ത് ആൻഡ് ഗ്ലോ ലൈക്ക് സ്കിൻ കെയർ ആൻഡ് കോസ്മെറ്റിക്സ്. ചുമ്മാ ബോട്ട്സിൽ കയറി നോക്കാം. ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. ഏതാണ്? OGX. ആ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്റെ ഈ ബയോട്ടിൻ ആൻഡ് കൊളാജന്റെ ആണ് ഇരിക്കുന്നത്. അത് ഏകദേശം തീരാറായി. അപ്പൊ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഞാൻ അമ്മ OGX ഉപയോഗിക്കും. ഇനിയിപ്പോ അങ്ങനെ ഒരു ചോയ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചാലും അത് തന്നെ എനിക്ക് കാര്യം യൂസ് ചെയ്യാൻ പോണേ. നാട്ടിൽ പോയിട്ട് മതിയല്ലോ, രണ്ടുപേർക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കൊളാജൻ, പ്യുവർ പെപ്റ്റൈഡ്. എല്ലാവരും ഇപ്പോൾ കൊളാജൻ പൗഡർ ഇതെല്ലാം കഴിക്കുന്ന ഒരു സമയമാണ് ആൾക്കാർ. സ്ക്രബ്, സൺഡേ റെയിൻ്റെ ബോഡി സ്ക്രബ് ഞാൻ കേട്ടിട്ടില്ലേ ഈ ബ്രാൻഡ്? ബാർ ക്രിസ്റ്റൽസ്, ബേക്കറിന്റെ ക്ലെൻസർ, മുഖത്തെ ഹെയർ കളയാനുള്ള. ചേച്ചിയുടെ അവിടെ ഉള്ളപ്പോൾ മേടിച്ചിട്ടുണ്ടാവും. ഇത് നല്ലതാണ്. ഇത് 14, അതും 14.50. ബയോഡർമ നല്ല ബ്രാൻഡാണ്. ഈ ഒരുപാട് ആക്നീസ് ഒക്കെ പിഗ്മെന്റ് ബയോ. നല്ല ക്ലെൻസർ ആണ്, മോയ്സ്ചറൈസർ നല്ലതാണ്, SPF നല്ലതാണ്. ബയോഡർമയുടെ പ്രോഡക്ട്സ്. ഇത് മറ്റേ ഇതാണ് മൈസലാർ വാട്ടർ. ഇവരുടെ മൈസലാർ ഒക്കെ നല്ലതാണ്. ഗ്ലോറി, ഇതൊക്കെ നല്ല 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 ബ്രാൻഡ്സ് തന്നെയല്ല. ഇത് ബൂട്ട്സിൽ നല്ല കുറേ നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പീച്ച് സെറം. ഓ നൈസ്. ഫോർ ഹെൽത്തി ലുക്കിംഗ് ഗ്ലോയ്ക്ക്. ഐ കോൺസെൻട്രേറ്റ് വിറ്റമിൻ സി. ഇന്റൻസീവ് സീറം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഇന്റൻസീവ് സെറം, ബ്രൈറ്റനിങ് ആൻഡ് ടൂത്ത് ആക്ടിവേറ്റിംഗ് വൈറ്റമിൻ സി പ്ലസ് ഹൈറലോണിക്കും കൂടി ചേർന്നാണ്. അപ്പോൾ പ്ലം. ദാറ്റ്സ് നൈസ്. റെറ്റിനോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറം വാങ്ങാം. അത് അവർക്ക് 50 ആയിരുന്നു, ഇപ്പോൾ അത് 35 ആയി. ഓക്കെ, വേണമെങ്കിൽ അത് വാങ്ങാം. മൾട്ടിബയോട്ടിക്. ഇത് കെഫൈൻ ഐ ക്രീമാണ്. ഇറ്റ്സ് നൈസ്. കണ്ണിനടിയിലിടാനാണ്. 28. വൈറ്റമിൻ ഇ ഓയിൽ അല്ലേ? ഇത് ഏത് ബ്രാൻഡാണ്? ഇത് US ബ്രാൻഡാണ്. നൗ. ഓക്കെ, അത്യാവശ്യം വിലയുണ്ട് തോന്നുന്നു അല്ലേ? 69. ഇത് 84 ആണ് ഇപ്പൊ സെയിലാണ്. സെയില് 63ക്ക് ഇപ്പൊ കൊടുക്കുന്നു. ഓക്കെ, വൈറ്റമിൻ ഇ. പിന്നെ ഇവിടെ കുറച്ച് ഹെയർ ആക്സസറീസ്, ബ്രഷസ്, ബ്രോ ബ്രഷ്, ഫേസ് ബ്രഷ്,
ഐസ് മഡ്ജർ ബ്രഷ്, ഫേഷ്യൽ റോളർ, റോസ് കോട്ട്സ്. ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങുന്നു. നേരെ ഓപ്പോസിറ്റ് സ്പിന്നീസാണ്. അവിടെ നിന്നൊരു കാര്യം മേടിക്കാം. സ്പിന്നീസ് പക്ഷേ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, ഏറ്റവും ബ്യൂട്ടിഫുൾ സാധനങ്ങൾ കിട്ടും. കുറച്ച് എക്സ്പെൻസീവാണ്, ബട്ട് സ്റ്റിൽ. ദേ പേഴ്സിമോൺ എന്ന് പറയുന്നൊരു ഫ്രൂട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഒരു നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും, ചോക്ലേറ്റ് കൂടി ചേർത്ത്. അതിപ്പോഴത്തെ ഭയങ്കര വൈറൽ സംഭവമാണ്. അതിന് kg 45 dirhams. ഇതാണ് സംഭവം. അതെ, ഇതാണോ പേഴ്സിമോൺ. ആ, മേടിക്കാം? പേഴ്സിമോൺ, ഫ്ലാറ്റ് പേഴ്സിമോൺ, വേറെ ഒന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ. ഓക്കെ. ഓക്കെ, എൻ്റെ ദൈവം, ഇവിടുത്തെ ഓരോ ഫ്രൂട്ടും കണ്ടോ. ഓക്കെ, മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനൊരു മാംഗോ വേണ്ടേ, അപ്പോൾ അത് വാങ്ങാം. 2 is enough, I think. Yeah. ഓ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കാനും എൻ്റെ ദൈവം. ഡ്രാഗൺ ആണെങ്കിലും നമ്മുടെ പാഷൻ ഫ്രൂട്ട്, ക്യാബേജ് ഓരോ രാജ്യത്തു നിന്ന് വരുന്നതാണ് കേട്ടോ. ഇത് ഹോളണ്ട്, ബീറ്റ്സ്, ഇത് നോക്കൂ, സ്പ്രൗട്ട്സ്, ബ്രസൽ സ്പ്രൗട്ട്സ്. പാസ്നിപ്സ് ഹോളണ്ടിൽ നിന്ന് വരുന്നത്. ലീക്സ് നോക്കിയേ, ഓസ്ട്രേലിയ. വാവ്, വില നോക്കരുത് കേട്ടോ, വില കുറച്ച് കൂടുതലാണ്, ബട്ട് ഇറ്റ്സ് ബെസ്റ്റ് സാധനം കിട്ടും. ബേബി പൊട്ടറ്റോസ്. ഓ, യെല്ലോ നെക്ടറിൻ, സൗത്ത് ആഫ്രിക്ക. ഇത് 45 1 കിലോയ്ക്ക്, 45 dirhams. അത് ഫ്ലാറ്റ് പീച്ചസ് ഫ്രം ഓസ്ട്രേലിയ, 55. ഇത് ഫ്ലാറ്റ് അല്ല, റൗണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ യെല്ലോ പീച്ചസ്. ദൈവമേ, പ്ലംസ്. പാസ്, കൊറിയൻ പാസ്, 59.50. ഇഷ്ടമായിട്ടിരിക്കുന്നു. ബ്രസീലിൽ നിന്നുള്ള സീഡ്ലെസ് ഗ്രീൻ ലൈം. അവിടെ ഓറഞ്ചസ് മരത്തിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്ന പോലെയുണ്ട്. ഫ്രഷ് ഇല പോലും ഇല്ല. സ്പെയിനിൽ നിന്നാണ് കേട്ടോ. വാവ്, പലതരം ചില്ലീസ്, ടൊമാറ്റോസ്. സ്വീറ്റ് ചില്ലിയാണ് കേട്ടോ, ഹോളണ്ടിൽ നിന്നുള്ള. അത് ദീസ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൊമാറ്റോസ്. ഇതും ഒരു ടൊമാറ്റോ ആണ്, സ്പെയിനിൽ നിന്നുള്ളത്. ഇത് അഗെയിൻ സ്പെഷ്യാലിറ്റി ടൊമാറ്റോ. ഇത് ഗ്രേപ്പ് ഗാർലിക് സ്പെയിൻ. ഇതൊക്കെ നോക്കിയാൽ പേർപ്പിൾ സ്പെഷ്യാലിറ്റി ടൊമാറ്റോ. ഇത് ദൈവം, ഇത് മെക്സിക്കൻ ആണ് കേട്ടോ. ഇത് ടൊമാറ്റോ, ഇത് ഹോളണ്ട് ടൊമാറ്റോ. വാട്ട് ഈസ് ദിസ്? ഓ നോ, മെക്സിക്കൻ. പല സ്ഥലത്തു നിന്നുള്ള. ഗോൾഡൻ ആപ്പിൾ, ഇറ്റലി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സ്. ഓക്കെ, ബീ ഫ്ലവേഴ്സ്. ഇത് ഭംഗിയാണ്, ഫ്രഷ് ഫ്ലവേഴ്സാണ്. ബൊക്കീസ്. അങ്ങനെ അതിന് നടന്ന് ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞു. ഞാൻ എന്താ പറയുന്നത്, ലാഗ് ചെയ്യുന്നു. ദിസ് ഇസ് ദ ഒറിജിനൽ സ്റ്റാൻലി മഗ്. ഓക്കെ, 250. Welcome. Yeah. 160. 160. 160, 180. പല റേഞ്ചിലുണ്ട്. ഓക്കെ, Because this one, madam, is like this. Yeah, okay. ഓക്കെ. 160, 200, This one, madam, 180. 180. ഓക്കെ, സ്റ്റാൻലി മഗ്. അയ്യോ, ഇതാണ് നമ്മുടെ സർക്കിൾ മോൾ. ഞങ്ങളിപ്പോൾ 3rd ഫ്ലോറിലെയാ ഇവിടേക്ക് നിൽക്കുന്നു. ഇനി പുടുവിനെ വിഷ്ണുവിനെ തിരിച്ചിപ്പിക്കും. അവരെവിടെ ആക്കിയിട്ടല്ലേ പോയെ. ഭാഗത്തേക്ക് മോള് കളിച്ച് തളർന്നു എന്നാണ് റിപ്പോർട്ട്സ്. എന്നിട്ടിപ്പോൾ ഇതിനകത്തൊരു കഫേ ഉണ്ട്, അവിടെ ഇരുന്ന പുടുവിന് ഡോണട്ടും വെള്ളമൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് വിഷ്ണു. അത്രയ്ക്ക് തളർന്നു. എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണമെന്ന് കൂടെ പറയുമ്പോൾ അകത്തില്ലേ ആ ഇൻക്ലൂഷൻ വരുന്നില്ല എന്നാ. എൻ്റെ ദൈവം, ഇനി എന്ത് ചെയ്യും?
സ്വന്തമായിട്ട് സ്ലൈഡ്. ഇതാണ് ഇവിടുത്തെ എൻജോയ്മെന്റ്. ഇതുവഴി പോയി ഈ ബോൾസ് എല്ലാം ചവിട്ടി ചവിട്ടി അവിടെ എത്തി. ഇതുവഴി കം ദിസ് വേ. 2 hours ആയി അല്ലേ ഓൾമോസ്റ്റ്. വരില്ല, ഒരു വിധത്തിൽ വരുന്നില്ല. എന്ത് ചെയ്യാനാ? ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരും. കയറി വരും, പോയിട്ട് വരും. ഓ, അവന് ഇത്രയും സ്റ്റെപ്സ് കയറി അവിടെ എത്തണം അല്ലേ? ഈ സൈഡിൽ കൂടി വരികയാണ്. ഓ, അവിടെ ആളുണ്ടോ? അവിടെ ആളുണ്ടോ? ഹമ്പാണ്. ഓക്കെ. അയ്യോ, ചുമന്നു പോയി എന്റെ കുഞ്ഞ്. നോക്കേ, ഇത്ര എക്സസൈസ് ചെയ്തു. ഓ, പിങ്കി പിങ്കി. മോളെ പതുക്കെ പതുക്കെ പതുക്കെ. കം സ്ലോ. ഓ മോനെ, അവന് സന്തോഷമായി അങ്ങോട്ടും ഇവിടെ ഓടാനായിട്ട്. ഓട്ടമൊക്കെ കഴിഞ്ഞ പോലെ 2 മണിക്കൂറാണ് ആ പ്ലേ ഏരിയയിലടന്ന് കളിച്ചത്. അതിന്റെ ക്ഷീണമാണ്. ഇതായിരുന്നു ഉടുവിന്റെ പ്ലേ ഏരിയ. ഓറഞ്ച് വീൽസ്, ദ സർക്കിൾ മോൾ, അതിന്റെ 3rd floor. യെസ്, കുറേ ആൾക്കാർ ഇവിടെ ജിമ്മൊക്കെ വിശേഷിച്ച് പോകുന്ന ആൾക്കാർ നമുക്ക് കാണാം. ഭയങ്കര ഫിറ്റായിട്ട് ഫിറ്റ്നസ് ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും. ഓക്കെ, ഇനി തിരിച്ച് വീട്ടിലേക്ക് എല്ലാവരും ചായ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഒരു മെറ്റൽഡ കേക്ക് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ കുറച്ച് ലേറ്റായി. പിന്നെ ഒരുപാട് സമയം വേണ്ട, പുടുവിനെ വെച്ച് മാനേജ് ചെയ്യാൻ പാടായിരുന്നു. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അനുവിൻ്റെ ഫേവറേറ്റ് തായ് എന്താ പറയുക, നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മാംഗോ ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത്ര നല്ല മാംഗോ അല്ലായിരുന്നു, വിചാരിക്കുന്ന പോലെ അത്രയും സ്വീറ്റ് അല്ല. ബട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പാൻറ്റൻ ലീവ്സിൻ്റെ ഒരു കുറവുണ്ട്. ആൻഡ് ദ മോൾഡ്, ആ പാത്രമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാര്യം ആ ഒരു ഷേപ്പിലുള്ള ബൗളൊന്നും ഇവിടെ ഇല്ല. എങ്കിലും ഉണ്ടാക്കാൻ പോകണം. കൂടുക ഞാൻ അതിൻ്റെ അടുത്ത് 1/2 മണിക്കൂർ തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞത്. ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തരുന്നത് അനു. പക്ഷേ ഈ പുടുമോൾ എന്നെ സമ്മതിക്കുമെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വരും. താഴെ എത്തി, ഞാനിവിടെ എന്തോ കാണിക്കാൻ പോകുന്നു. യേസ് ബേബി. ഓ യാ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റിക്കി റൈസ് ഇതെവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സിബ്ലിങ്സ് എന്നാണത് കാണുന്നത് ബ്രാൻഡ്. ഓക്കെ, ഇതാണോ ബെസ്റ്റ് എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനിതിപ്പോൾ മേടിച്ചു, എനിക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇതിൽ നിന്ന് 1 കപ്പ് എടുക്കുന്നു. അളന്നെടുക്കും. നമ്മുടെ 250 ml കപ്പാണ്. വെള്ളം നല്ല ക്ലിയർ ആകുന്നവരെ വാഷ് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ എന്ന് പറയാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഇത് സിസിന് ഒരിക്കൽ കൂടി. ആക്ച്വലി നമ്മുടെ റൈസ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്റ്റീമർ ഇല്ല ആസ് സച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണം, 1 കപ്പ് റൈസിന് ഓക്കെ ഓൾമോസ്റ്റ് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ഒഴിക്കും. ഓക്കെ, അടുപ്പൊന്ന് കത്തിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. 1 കപ്പ് ഓഫ് റൈസാണെങ്കിൽ 1 കപ്പ് ഓഫ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക വേകുന്നവരെ. അതാണ് അതിൻ്റെ ഒരു പാകം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഇങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കാം. നല്ല ആവി വരുന്നുണ്ട് വെള്ളത്തിൽ നിന്നും. അപ്പോൾ ഏകദേശം ഒരു ബോയിലിംഗ് പോയിൻ്റ് ആയി എന്ന് പറയാം. ഓൾമോസ്റ്റ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ റൈസ്. ഇതാണ് സ്റ്റിക്കി റൈസിന് വേണ്ട അരിയാണ്. അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ അരി ഈസ് ഡിഫറെൻറ്റ്. സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങാൻ കിട്ടും. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. ഈസിലി അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു തിള വരട്ടെ. എന്നിട്ട് പാത്രം അടച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഓവർ കുക്ക് ആകണ്ട, ആവശ്യത്തിന് വെന്താൽ മതി, എന്നാലും വേഗണം. ഓക്കെ, നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പാത്രം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കും. ആ ഒരു സ്റ്റീമും കൂടി കിട്ടിക്കോട്ടെ. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള പ്രധാന കാര്യം കോക്കനട്ട് മിൽക്ക്. ഇത് നല്ല തിക്ക് മിൽക്ക്. അപ്പോൾ ഇതെന്താ അറിയുമോ, കോക്കനട്ട് ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റും.
നല്ല തിക്കായിരിക്കും. ഏകദേശം ഒരു 10 minutes. നോക്കിയേ, വെള്ളം ഏതാണ്ട് വറ്റി, പക്ഷേ ഇച്ചിരി വേകാനുണ്ട്. അപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഇത് ബോയിലിംഗ് വാട്ടറാണ്. ഞാൻ 1 കപ്പും കൂടി ഒഴിക്കുന്നു. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. 1 കപ്പ് റൈസ്. ഇനി വീണ്ടും അടച്ചിട്ടിട്ട് ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്, ചെറിയ തീയില. ഇത് സ്റ്റീം ചെയ്യേണ്ട റൈസാണ്. അപ്പോൾ നമ്മളത് സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റേതായ കുറച്ച് കുറവുകളുണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റീമർ ചെയ്താൽ ഏറ്റവും നല്ലത്. പക്ഷെ ഇങ്ങനെയും ചെയ്യണമല്ലോ. ഒത്തൻറ്റിക് വേ ഈസ് സ്റ്റീമിങ് വിത്ത് വാട്ടർ. ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് റൈസ് 1 കപ്പാണെങ്കിൽ 1 കപ്പ് വെള്ളം, ആ രീതിയിൽ ഒഴിച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. ഇനിയിപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വീണ്ടും അടച്ചിടും. വീണ്ടും ഒരു 5 minutes to 7 minutesനകത്ത് ഇട്ടു. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. സ്റ്റിക്കി റൈസാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴഞ്ഞ് തന്നെയല്ലേ ഇരിക്കുള്ളൂ. അതാണ് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇത് ആ സമയം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കാം. സോസ്, ഇത് കോക്കനട്ട് ക്രീം. അത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഇത് 400 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. ഓക്കെ, സോ ഇതെങ്ങനെ ഒഴിക്കുന്നു. അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല. ഇനി ഏകദേശം ഒരു 1 കപ്പും കൂടി ഉണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ. അടുപ്പ് ചൂടാക്കാനായിട്ട് കത്തിച്ചു. ഇത് പഞ്ചസാര അലിയുന്ന വരെ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ട്രഡീഷണൽ സ്റ്റൈലാണെങ്കിൽ അതിൽ പാൻറ്റാൻ ലീവ്സ്, അതായത് നമ്മുടെ രമ്പ ഇല, അതും കൂടി ഇട്ടൊന്ന് ഇൻഫ്യൂസ് ചെയ്താൽ കുറച്ചും ആ ഫ്ലേവറും കൂടി കിട്ടും, പാൻറ്റാൻ ഫ്ലേവർ. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ പാൻറ്റാൻ ലീവ്സും കൂടി ചേർത്താൽ നല്ലത്. അത് കുറച്ച് ഒരു 2 അതിനകത്ത് ഇട്ടിരുന്നാൽ മതി ആ തേങ്ങാപ്പാൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അലിയുന്നവരെ ഇങ്ങനെ കുറച്ച് നേരം ഇട്ടിട്ട് ആ ഇല അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ചെറിയൊരു സട്ടിലായിട്ടൊരു ഫ്ലേവർ കൊടുത്താൽ മതി. തലയൊന്നും വരണമെന്നില്ല. അതെ, അലിഞ്ഞു കഴിഞ്ഞു, നന്നായിട്ട് ചൂടായിട്ടുകൊണ്ട് തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ മധുരം എത്ര വേണം എന്നനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂൺ, എനിക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഇടാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇത്ര മധുരം മതി എന്നുണ്ടെങ്കിൽ 3 മതി, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ 1 കപ്പ് റൈസ്, 1 കപ്പ് തേങ്ങാപ്പാൽ, അതാണ് ഇപ്പോഴത്തെ അളവ്. ഓക്കെ, പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. യെസ്, ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റിക്കി റൈസ്. ഓക്കെ, ഇനി ഇതിനകത്തേക്കാണ് ഇപ്പോൾ തയ്യാറാക്കിയ ഷുഗർ തേങ്ങാപ്പാൽ കുറച്ച് വയ്ക്കാം. ഓക്കെ, യുവർ സ്റ്റിക്കി മാംഗോ സ്റ്റിക്കി, അനുവിൻ്റെ ഫേവററ്റ്, റെഡി ആയിക്കൊണ്ടിരിക്കും. ഒരല്പം കൂടി ഇരിക്കുന്ന അത്ര ഒഴിച്ചിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആകും. ഇതിപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു. 1 കപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു നുള്ള്, ഒരു ബാലൻസിങ് അത്രേ ഉള്ളൂ. ഓക്കെ, അതെ, ഇതിപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അടുപ്പിന് തീയൊന്നുമില്ല, ഒട്ടും തീയില്ല. ഇത് അടച്ച് വയ്ക്കുന്നു. യെസ്, ഇനി ഒരു സോസ് തിക്ക്, ഇതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു തിക്ക് കോക്കനട്ട് സോസും കൂടി ഉണ്ടാക്കാം. അടുത്ത കോക്കനട്ട് സോസ് ഈ സെയിം പാത്രത്തിലേക്ക് അഗെയിൻ ഒരു 1 കപ്പ് ആ സെയിം തിക്ക് കോക്കനട്ട് ക്രീം. അതിൽ നിന്ന് ഒരല്പം ഇങ്ങോട്ട് എടുക്കട്ടെ. കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്യണം. ഓക്കെ, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ തന്നെ വേണ്ട, അത്രയും കുറച്ച് ഇത് ഓൾറെഡി തിക്കാണ്. ഇനി അത് പിന്നെ പഞ്ചസാര ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ, 1.5 to 2 ടേബിൾ സ്പൂൺ. അത് മധുരം നോക്കിയിട്ട് മതി. വീണ്ടും അടുപ്പ് കത്തിക്കാം. ഒരല്പം കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ ഞാൻ മിക്സ് ചെയ്തേ ഉള്ളൂ. നമുക്ക് ആവശ്യാനുസരണം ഒഴിക്കാം.
ചെറിയൊരു ക്രീമി ഒരു തിക്ക് ടെക്സ്ചർ കിട്ടണം, ഇങ്ങനെ ഒരു സോസി ആയിട്ട്. ഇത് മുഴുവൻ ഒഴിക്കണമെന്നില്ല, നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ട്. ഇതിപ്പോൾ 1 കപ്പാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിൽ നിന്നുമാണ് ഇച്ചിരി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റിയിട്ടുള്ളൂ. 1 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞ് വരും. ഈ സമയം നമ്മൾ മിക്സ് ചെയ്ത് കോൺഫ്ലവർ കുറച്ച് ഒഴിക്കും, ഫുൾ ഒഴിക്കുന്നില്ല, നമുക്ക് ആവശ്യാനുസരണം ഒഴിക്കും. ക്രീമി ആൻഡ് തിക്കായിട്ട് തന്നെ സോസി ആകണം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും, ഒരു നുള്ള്. ഓക്കെ, ക്വാണ്ടിറ്റി വൈസ് ചേർത്താൽ മതി. ഒരു 1-1.5-2 നുള്ളിനകത്ത് 1/2 ടീസ്പൂൺ തന്നെ ചിലപ്പോൾ വേണ്ടി വരില്ല. തീ കത്തിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് തന്നെ മതി ധാരാളം. അപ്പോൾ ബാക്കിയിരിക്കുന്ന പോർഷൻ കൂടി ഞാൻ ചേർക്കുന്നു. അപ്പോൾ കറക്റ്റ് കുറുകാൻ അത്രയും കൂടി വേണം. ഇനി ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊരു തിളവിടാറാകുമ്പോൾ ഇത് കുറുകി തുടങ്ങും. അപ്പോൾ ഒരു ഹീറ്റ് ടീസ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കറക്റ്റ്. ഓക്കെ, ഒരു കറക്റ്റ് ഈ ഒരു ക്രീമി സോസായിട്ട് കിട്ടും. ഓക്കെ, സെറ്റ്. വാവ്, തിക്ക് സോസായിട്ട് മാറിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു തിള വേണമെങ്കിൽ ഒന്ന് പോകാം, അത്രേ ഉള്ളൂ. ക്രീമീനെ കാണാമല്ലോ അല്ലേ, നമ്മുടെ ഈ സ്പൂണിലിങ്ങനെ ഇങ്ങനെ വരുന്ന രീതിയിൽ കളറിങ്. മാംഗോ സ്റ്റിക്കി റൈസിന് വേണ്ട കോക്കനട്ട് സോസ് ഈസ് ഓൾസോ റെഡി. അപ്പോൾ 1 ടീസ്പൂൺ ഹീറ്റായിട്ട് എടുക്കുക. തീ ഓഫ് ചെയ്യണു. ഓക്കെ, ഇത് മാറ്റി വയ്ക്കുന്നു. ഇനി പ്ലേറ്റിംഗ് ആണ് ഇത്, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, മാങ്ങയും കൂടി അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി സെറ്റ് ചെയ്യും. ഓക്കെ, മാംഗോ സ്റ്റിക്കി റൈസിന് വേണ്ട മാംഗോ. പക്ഷേ ഇത് അത്ര നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മാംഗോ അല്ല കേട്ടോ. ഇത് റൈസ് മോശമാണെങ്കിലും മാംഗോ നന്നായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും, പക്ഷേ അതൊരു ചെറിയ ഫൈബറുള്ള ടൈപ്പാണെന്ന് എനിക്ക് സംശയം. ഓക്കെ, നോക്കട്ടെ. എനിക്കിതാണ് ഇപ്പോൾ കിട്ടിയത്, തിരക്കിൽ വാങ്ങിച്ചപ്പോഴാണേ. ഒരു സൈഡ് ഒന്ന് സ്ലൈസ് ചെയ്തു, എന്നിട്ട് നമുക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഒരു പ്ലേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ അല്ലാണ്ട് ചെയ്തോളൂ. ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ 1 പ്ലേറ്റ്. ഓക്കെ, 1 പോർഷൻ. ഞാനൊരു ബൗളായിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്, ഒരു ഷേപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനകത്തേക്ക് സ്റ്റിക്കി റൈസ്. അനുക്കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. അനുവിൻ്റെ ഫേവറേറ്റാണ്. ചെറിയ ബൗളൊന്നും ഇവിടെ ഇല്ല, നോക്കിയിട്ട് കാണുന്നില്ല ഒന്നും. ഓക്കെ, പറ്റുന്ന പോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. ഒരു മോൾഡിൽ ഷേപ്പ് ചെയ്തിട്ട് ഡിമോൾഡ് ചെയ്താൽ ആ കറക്റ്റായിട്ട് കിട്ടുന്നത്. നല്ലൊരു പ്ലേറ്റ് എടുത്തു. ഓക്കെ, ഇതിനകത്തേക്ക് തട്ടി. സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ മാംഗോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാംഗോയും കൂടി ആഡ് ചെയ്തു. കാര്യം റൈസിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് മാങ്ങ കുറച്ചുകൂടി കൂട്ടി. അല്ല, ഈ ബൗൾ കുറച്ച് വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഷേപ്പ് അത്ര എക്സാക്റ്റായിട്ട് സ്മോൾ ബൗളാണെങ്കിൽ ബെറ്ററാണ്. ദേ മുകളിലായിട്ട് കോക്കനട്ട് ക്രീം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലും മതി, പക്ഷേ ഇത് കാണാനൊരു കുറച്ചുകൂടെ ഭംഗിയുണ്ട്. യെസ്, ഇതിൻ്റെ മുകളിലായിട്ട് സാധാരണ നമ്മുടെ മൂങ്ദാലല്ലേ അത് വറുത്തതാണ് ഇടാറ്. ഇല്ലെങ്കിൽ വെളുത്തയെള്ളോ വെളുത്തയെള്ളും കറുത്തയെള്ളും കൂടെയുള്ള ഒരു മിക്സോ എന്തെങ്കിലും ഒരു കാര്യമായാലും. ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് സെസമി സീഡ്സാണ് ഇവിടെ ഉള്ളത്.
അതിടുന്നു. പക്ഷേ മൂങ്കാൽ ഫ്രൈഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിടായിരുന്നു. നൈസ്. ഇത് കുറച്ച് കൂടുതലായിപ്പോയി ക്വാണ്ടിറ്റി വൈസ്. സാരമില്ല, അത് ഷേപ്പും അതനുസരിച്ച്. നമുക്ക് ചെറിയ ബൗളൊന്നും ഇല്ല ഇവിടെ, അതാണ് പ്രശ്നം. ഓക്കെ, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാൻ പോകണം എൻ്റെ കുട്ടിക്ക്. ഓക്കെ, അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസ് എൻ്റെ കുട്ടീസ് ഫേവറേറ്റ് റെഡി. ടേബിളിൽ കൊണ്ടുപോകുന്നു. ഇനി അനുഭവിക്കാൻ പോകും. ഞാനും ടേസ്റ്റ്. ടേസ്റ്റിംഗ് അല്ല, മൊത്തം കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് സോസ്. ഓക്കെ, മിൽക്ക്, കോക്കനട്ട് മിൽക്ക് സോസ്. അനുവിന് മാങ്ങയെക്കാട്ടി ഇഷ്ടം ആ ഒരു സ്റ്റിക്കി റൈസും അതിൻ്റെ സോസുമാണ്. സാധാരണ മാങ്ങ ഞാനാണ് കഴിക്കുന്നത്. കൊള്ളാം, നൈസ്. ഞാനിവിടെ ഒതൻറ്റിക് ടേസ്റ്റാണ്, പക്ഷേ അതിൽ നമ്മുടെ ഇതിൻ്റെ ഒരു കുറവുണ്ട്, ജംബയിലയുടെ പാൻറ്റാൻ ലീവ്സ്. യെസ്, ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഞാൻ എൻ്റെ ഒരു ക്ലോസ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, വിത്ത് ദി സോസ് അങ്ങനെ കുറച്ചുകൂടി ഒഴിച്ചു തരാം. വാവ്, കറക്റ്റ് അല്ലേ എല്ലാം? ഓക്കെ. അയ്യോ, ആളെത്തി. അവനെ വിട്ടുപോയോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, യു ക്യാൻ ഗിമി. അമ്മയ്ക്ക് കഴിക്കണം. ഓക്കെ, ആ നൈസ്. നീ മോള് കഴിച്ചു നോക്കിയേ. യു ഈറ്റ്. അമ്മ സ്വന്തം നോക്ക് അമ്മ തരുന്നു. പുടു കഴിക്കും. അത് മാംഗോ മോന് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞില്ലേ നേരത്തെ? സോറി ബേബി. Then you take this. Yeah. Wow, nice. Yummy. ഇഷ്ടായോ ബേബിക്ക്? ഇഷ്ടായോ? യമ്മി പറയൂ. ഉമ്മാനും യമ്മി ആയിരുന്നു. ഭയങ്കര പ്രൈസ്. ഓക്കെ, ടേസ്റ്റ് ചെയ്തപ്പോൾ മതിയായി. ഓക്കെ, ആ വഴി കൂടി. വിത്ത് മാംഗോ ആണ് കഴിച്ചിട്ടത്. ഇത് ശരിക്കും ഫ്രൈഡ് മൂങ് ദാലാണ് ടോപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പറ്റും വെള്ള എള്ള വറുത്തിട്ടിടുക, അല്ലെങ്കിൽ പിന്നെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിടാം. കാണാനുള്ള ലുക്കാണ്. എന്നിട്ട് ക്രിസ്പി ആയിട്ട് ഇടയ്ക്ക് മൂങ്കാൽ കടിക്കാനുണ്ട്. ഓക്കെ, നൈസ്. നമ്മുടെ ഡിസേർട്ടും ആയി. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. മോളെ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കത് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിട്ടാണ്. ഈ സ്റ്റിക്കി റൈസ്, ഗ്ലൂട്ടനസ് റൈസ് ഉണ്ടായിരുന്നാൽ മതി. കുറച്ച് തേങ്ങാപ്പാലും മാങ്ങ ഒക്കെ ഓഫ് കോഴ്സ് മാങ്ങ വേണം. ഓക്കെ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് രമ്പയിലൊക്കെ റെഡി മറ്റേ ഗാർഡനിൽ ചെന്ന് പറിച്ചിട്ട് വരാം. ഇപ്പം അവിടെ പക്ഷേ ഇവിടെ ഇപ്പം അവിടുത്തെ ഗാർഡനിൽ ഇല്ല. ഞാൻ നട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ വീണ്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞങ്ങളിതൊക്കെ കഴിച്ചു. ഞാൻ അനുമാനം കൂടുതൽ കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ വലിയ ഫേവറേറ്റ് ഒന്നുമല്ല, പകുതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching English Vinay Vlogs. Love you all. Pudu de aa veyku poi. Pudu oru bye parayunne. Bye umma kissing. Ayyo done. Bye bye. Bye. You want this? Yeah. Start it. Okay.